Praise the Lord, everyone. I'm Leena from Bangalore. I never expected that the situation would come so early. But I'm happy that Auntie is in heaven singing along with the angels. Yeah, Auntie has been my pillar of strength in my worst days of my life. She has been always there for me. She's been like my mom. Whenever I want a hug, she's always there, and that hug gives such a warmth and such a hug filled with love that makes you forget everything. And then she says, "Okay, Makla," that gives you that enough strength to pursue for the next days. She's been manifested in the fruit of the spirit. Every fruit mentioned there, she was manifesting all that, and I especially admire her patience. How she could be patient in all the situations with a smiling face, which I'm still trying to, and which I'm not able to. I really admire that in her, and I believe one day I will be able to manifest like her, that all the fruit of the spirits that she was able to pass on to all of us. And I definitely believe she has been the mother to lot of people. And in the youth, when we were there, me and my sister, still we feel Trivandrum is our second home, only because of the warmth that she loved, the warmth, care that she gave us. I really miss her, but I will thank God for her in our lives. Thank you. പക്ഷെ പ്രൈസ് ദി ലോർഡ്, ഞാൻ എൻ്റെ അമ്മമ്മയെ കുറിച്ച് ഒരു വാക്ക്, ഒരു മിനിറ്റ് ഞാൻ എന്ത് പറയാം? ഈ ജന്മം മുഴുവൻ പറഞ്ഞാ തീരാത്ത നന്മ ചെയ്തിട്ട എന്റെ അമ്മമ്മയെ കുറിച്ച് ഞാൻ എങ്ങനെ 1.5 മിനിറ്റിൽ പറയും? രാജസ്ഥാനിൽ വെച്ച് യേശുവിന്റെ സ്നേഹത്തെ എനിക്ക് കാണിച്ചു തന്നു എന്റെ അമ്മാമ്മ. യേശുവിന്റെ സ്നേഹം സ്വന്തം ജീവിതം കൊണ്ട് എന്നെ കാണിച്ചു തന്നു. ഒരു വിശ്വാസി അങ്ങനെ ആയിരിക്കണമെന്ന് ജീവിതം കൊണ്ട് എനിക്ക് കാണിച്ചു തന്നു. കുടുംബജീവിതത്തിൽ സ്നേഹവും ക്ഷമയും സഹനവും എങ്ങനെയാവണമെന്ന് അമ്മാമ്മയുടെ ജീവിതം കൊണ്ട് എനിക്ക് കാണിച്ചു തന്നു. സഹവിശ്വാസികളെ എങ്ങനെ സ്നേഹിക്കണമെന്നും എങ്ങനെ ചേർത്ത് പിടിക്കണമെന്നും സ്വന്തം ജീവിതം കൊണ്ട് എനിക്ക് കാണിച്ചു തന്നു. വേദനിക്കുന്നവർക്ക് വേണ്ടി എപ്രകാരം പ്രാർത്ഥിക്കണമെന്നും എങ്ങനെ അവരെ ആശ്വസിപ്പിക്കണമെന്നും ചേർത്ത് നിർത്തണമെന്നും സ്വന്തം ജീവിതം കൊണ്ട് എന്നെ കാണിച്ചു തന്ന എന്റെ അമ്മാമ്മ. ദൈവദാസന്മാർക്ക് വേണ്ടി ദൈവവേല എങ്ങനെ ചെയ്യണം, അവർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചു എന്റെ അമ്മാമ്മ. രാജസ്ഥാനിൽ ആ കൊടും വേനലിൽ ഞങ്ങൾക്ക് വേണ്ടി വലിയ കുടവുമായി പാഷന്റെ ബൈക്കിന്റെ പിന്നിൽ നല്ല ചിരിയോടുകൂടി അമ്മാമ്മ സഭയുടെ സ്പെഷ്യൽ മീറ്റിങ്ങുകളിൽ എനിക്ക് വേണ്ടി പ്രത്യേക ആഹാരം മാറ്റിവെക്കുന്ന എന്റെ അമ്മാമ്മ ഞായറാഴ്ചകളിൽ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഭക്ഷണങ്ങൾ എനിക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നു. എന്റെ അമ്മാമ്മ മലേറിയയും വൈറൽ ഫീവറും വന്നപ്പോ
ലീവ് എടുത്ത് ചെന്ന് എന്നെ ഞാൻ ഗേറ്റ് തുറക്കുന്നു ഒച്ച കേട്ട് ഓടി കെട്ടിപ്പിടിച്ച് എൻ്റെ അമ്മ 2 ആഴ്ചയോളം എന്റെ എല്ലാ വസ്ത്രങ്ങളും കഴുകി തന്ന് രാവിലെ നല്ല ഭക്ഷണം എന്നെ ചേർത്ത് നിർത്ത് സംരക്ഷിച്ച ശുശ്രൂഷിച്ച എന്റെ അമ്മാമ്മ ഞാനെങ്ങനെ പക്ഷേ 1 മിനിറ്റിൽ 1.5 മിനിറ്റിൽ എന്റെ അമ്മാമ്മയെ കുറിച്ച് പറയുന്നു. എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ എന്റെ അമ്മാമ്മയെ സമർപ്പിക്കും. എന്റെ അമ്മാമ്മയ്ക്ക് പെട്ടെന്ന് സൗഖ്യമാവുന്നു വിശ്വസിച്ചു. ഒരിക്കലും എനിക്ക് വോയിസ് ഇട്ടും നല്ല സന്തോഷത്തോടെയാണ്, നല്ല ആരോഗ്യം തോന്നുന്ന രീതിയിൽ എനിക്ക് വോയിസ് ഇട്ടത്. ജോധ്പൂരിൽ വെച്ച് ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി വലിയ കുടവുമായി നല്ല ചിരിയോടെ വന്ന എൻ്റെ അമ്മാമ്മ ഏത് പ്രയാസഘട്ടത്തില് ഓടിച്ചെല്ലാവുന്ന എൻ്റെ അമ്മ ഞാൻ എൻ്റെ അമ്മമ്മയെ കുറിച്ച് 1.5 മിനിറ്റിൽ എങ്ങനെ പറയും? പക്ഷെ ഇത്ര പെട്ടെന്ന് കർത്താവിന്റെ അടുത്ത് പോകുമെന്ന് ഞാൻ ഓർത്തില്ല. എനിക്കൊന്ന് ശുശ്രൂഷിക്കാം, ഒന്ന് കണ്ടുപിടിക്കാൻ, ഒരു മോഡ് എനിക്ക് പറ്റിയില്ല. ഒരുപക്ഷെ എന്റെ കർത്താവിന് അറിയായിരിക്കും ഈ വേർപാട് എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. ഈ ലോകത്തൊന്ന് മാറ്റപ്പെട്ട് 5 ദിവസം വരെ ഈ ലോകത്തിട്ടായിട്ട് എന്റെ ദൈവം അറിയിക്കാതെ വെച്ചെങ്കിൽ എന്റെ കർത്താവിന് എന്നെ അറിയാം. എനിക്കിത് താങ്ങാൻ പറ്റില്ല. ലോകത്തിന്റെ എല്ലാ കോണിൽ നിന്നും ആളുകൾ അമ്മയെ കാണാൻ വന്നിട്ടുണ്ടാവും. മണിക്കൂറുകളുടെ അകലമുള്ള ഞാൻ മാത്രം വന്നില്ല. ഒരു പക്ഷെ കർത്താവ് അത് ഭാഷയിൽ നിന്ന് മറപ്പിച്ചതായിരിക്കും. കാരണം എന്റെ ഓർമ്മയിൽ ചിരിക്കാത്ത മുഖം എനിക്ക് സഹിക്കാൻ പറ്റില്ല. ദൈവത്തിനറിയാം. അല്ലെങ്കിൽ 5 ദിവസമോളം മോർച്ച് ടേബിളിൽ കിടന്നിട്ട് ഞാൻ അറിയരുതെന്ന് എന്റെ കർത്താവ് ആഗ്രഹിച്ചു കാണും. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിന്റെ ശ്രേഷ്ഠത, സ്നേഹം ഒക്കെ ഞാൻ പഠിച്ച് എന്റെ അമ്മാമ്മയിൽ നിന്ന് ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ യേശു കൂടെയുണ്ട്, തന്നോട് ചേർന്ന് നിൽക്കുന്നവരെ തള്ളിക്കളയത്തില്ല. അമ്മാമ്മയോട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്റെ പൊട്ടത്തരങ്ങൾ കേട്ട് പൊട്ടിച്ചിരിക്കുക.
എന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്തു എൻ്റെ അമ്മ. തിരുവനന്തപുരം എന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ അമ്മാമ്മയായിരുന്നു. ഞാൻ ഒരിക്കൽ മദ്രാസിൽ വന്ന അമ്മ കപ്പല് കാണണമെന്ന് പറഞ്ഞപ്പോ ആശ നിർബന്ധിച്ച് ഞങ്ങളെല്ലാരെയും കപ്പല് കാണിക്കാൻ കൊണ്ടുപോയി. ഞാനാണ് പുറകെ നടന്ന് പാഷോട് പറയാം അമ്മയെന്ന് പറഞ്ഞ്. പാവം എന്റെ ആഗ്രഹത്തിൽ കപ്പല് കാണാന് ദൈവം സഹായിച്ച്. അങ്ങനെ ഏത് കാര്യം എനിക്ക് തുറന്നു പറയുക എന്റെ ആഗ്രഹങ്ങൾ സാധിക്കുകയും ചെയ്തിരുന്നു എന്റെ അമ്മാമ്മ. എത്ര ഉന്നത കുലയായിട്ട് ജനിച്ചെങ്കിലും എന്നെ എത്രയധികം സ്നേഹിച്ചിരുന്നു. ഞാൻ എൻ്റെ അമ്മാമ്മയെ കുറിച്ച് പറഞ്ഞാൽ തീരുവോ ഭാഷ? 1995 കണ്ടുമുട്ടി അന്ന് മുതൽ ഇന്ന് വരെ എന്നെ ചേർത്ത് നിർത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എന്റെ സ്വന്തം അമ്മ. ഒരു പക്ഷെ ഇല്ലാന്ന് എനിക്ക് ചിന്തിക്കാതിരിക്കാൻ, ഞാൻ ഓർക്കാതിരിക്കാനായിരിക്കും ദൈവം ഒന്നും അറിയിക്കാൻ. കാരണം വച്ചിരിക്കാത്ത മോഹം എന്റെ മനസ്സിൽ വരില്ലല്ലോ. എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യം അല്ല. അമ്മാമ്മയുടെ കൈപിടിച്ച് നടന്ന കാലങ്ങൾ ആ മരുഭൂമിയിൽ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി എന്റെ അപ്പനും അമ്മയും, എന്നെ കാത്തു സൂക്ഷിക്കാൻ ദൈവം ഒരുക്കി മാതാപിതാക്കള്, എന്റെ വിശ്വാസത്തിൽ നടത്താൻ ബലപ്പെടുത്തിയവര്, ഞാൻ അമ്മാമ്മയെ ഭാഷ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസ ലോകത്തെ ഒക്കെ എനിക്ക് എല്ലാം പറഞ്ഞു എന്റെ നല്ല അമ്മ. അമ്മമ്മ ഏറ്റവും പ്രിയം വെച്ച യേശുപ്പന്റെ അടുത്തേക്ക് ഇത്ര പെട്ടെന്ന് പോകും ഞാൻ വിചാരിച്ചില്ല. വിശ്വാസ ലോകത്തിൽ എന്റെ അമ്മമ്മ ഒരു കടലാണെങ്കിൽ അതിന്റെ ആഴവും നീളം വീതി ഒന്നും പറഞ്ഞ തീരത്തില്ല. കാരണം അതൊരനുഭവമാണ്. അമ്മമ്മയുടെ കൂടെ നിന്ന് ജീവിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. എന്റെ ഭാഷ എനിക്ക് സങ്കടം കൊണ്ട് വയ്യ.
ഒരു മിനിറ്റ് 1.5 മിനിറ്റ് ഈ ജന്മം മുഴുവൻ പറഞ്ഞ തീരാത്രയും എന്നെ അമ്മ കരുതുകയും ചെയ്തു. ശരി ഭാഷ, ഞാൻ വെക്കുവോ? ഭാഷ മക്കളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. Praise Lord. I am C. Matthew and I am currently pastoring an Assemblies of God Church in Delhi. 2004 ഏപ്രിൽ മാസം എൻ്റെ ബൈബിൾ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം CRCയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്ന് ജോയിൻ ചെയ്യാൻ കർത്താവ് അടിയനെ സഹായിച്ചതോർത്ത് എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ VT മാത്യുവും LC ആൻറ്റിയുമാണ് എന്നെ ശുശ്രൂഷയിൽ വളർത്തിയെടുക്കാൻ നല്ലൊരു പങ്ക് വഹിച്ചത്. അത് ഞാൻ ഈ തരുണത്തിൽ വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഒരു ശുശ്രൂഷകൻ എങ്ങനെ ആയിരിക്കണം, ഒരു ശുശ്രൂഷക എങ്ങനെ ആയിരിക്കണം, അവരുടെ ഡ്യൂട്ടീസ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഇതൊക്കെയും പാസ്റ്ററിൽ നിന്നും ആൻറ്റിയിൽ നിന്നൊക്കെ പഠിക്കാൻ കർത്താവ് അടിയനെ സഹായിച്ചിട്ടുണ്ട്. LC ആൻറ്റിയുടെ ശുശ്രൂഷയോടുണ്ടായിരുന്ന ആ കമ്മിറ്റ്മെൻറ്റ്, ഡെഡിക്കേഷൻ, ദൈവജനത്തോട് തനിക്കുണ്ടായിരുന്ന ആ നെവർ എൻഡിങ് കെയർ എന്നെ പലപ്പോഴും അതിശയിപ്പിച്ചിട്ടുണ്ട്. ആൻറ്റിയെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞാൽ, ഷീ വാസ് വെരി ജെന്റിൽ ആൻഡ് സോഫ്റ്റ് സ്പോക്കൺ. She was very hard working and balanced home and ministry very well. ദൈവത്തിനു വേണ്ടി ഒത്തിരി ഓടാനും, ഒത്തിരി കഷ്ടപ്പെടാനും, ഒത്തിരി അധ്വാനിക്കാനും, ഒത്തിരി ഉപവസിക്കാനും, ഒത്തിരി പ്രാർത്ഥിക്കാൻ കർത്താവ് പാസ്റ്ററിനെയും ആൻറ്റിയെയും സഹായിച്ചിട്ടുണ്ട്. നീരാടി ലൈനിൽ പാസ്റ്റർ താമസിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ മുകളിലാണ് ഞാനും താമസിച്ചുകൊണ്ടിരുന്നത്. ആ കാലങ്ങളിൽ ആൻറ്റി ഉണ്ടാക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ള ആഹാരം കഴിക്കാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ഡൽഹി പോയതിനു ശേഷം പല പ്രാവശ്യം പാസ്റ്ററും ആൻറ്റിയും ഞങ്ങളോടൊപ്പം കടന്നു വന്ന് സമയങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. ആ നല്ല ദിവസങ്ങളൊക്കെ ഓർത്ത് എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ജൂണിൽ കടന്നു വന്ന ആൻറ്റിയെ കാണാൻ കർത്താവ് അടിയങ്ങളെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വി വിൽ ഗ്രേറ്റ്ലി മിസ് ഹർ. പ്രേയിങ് ഫോർ പാസ്റ്റർ ഫേബ ആൻഡ് ഷേബ ആസ് ദേ ഗോ ത്രൂ ദിസ് ഡിഫിക്കൽട്ട് ടൈം. മേ ഗോഡ് ഹെൽപ്പ് ദം. Praise Lord, everyone. My name is Jamie. LCNT played a pivotal role in my life. Her quiet strength, her deep faith, and gentle love left a lasting impact on me. Her hands brought comfort to me, her listening heart brought peace, and her knowledge of the word of the Lord was deeply inspiring. She served the Lord wholeheartedly in every way, and her life was a beautiful testimony of devotion and grace. Even through her illness, her courage and wavering faith shone brightly. I was grateful to visit her this past May and witness her strength firsthand. She radiated the presence and peace of God. On behalf of my husband Shine, our daughter Nia, and myself, we extend our deepest love and prayers to Uncle, Feba, Sheba, their families, and the entire CRC community. May the Lord comfort and uphold you during this time. We hold on to the hope of seeing Auntie again on that beautiful show. God bless you all.